പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏവരെയും ഈ BFM പ്രയർ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സാധാരണ പോലെ ഇന്നും നമുക്ക് ഒരു ഗാനത്തിൻ്റെ ചില അടികൾ കേട്ടുകൊണ്ട് നമ്മുടെ തിരുവത്താഴം എന്ന കർത്താവിൻ്റെ മേശ എന്ന വിഷയത്തിലേക്ക് കടക്കാം. അതിനെ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ രക്തം. ആമേൻ. യേശുവിൻ്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. കാൽവറിയിൽ യാഗമായ യേശുവിൻ്റെ രക്തമേ, പാപികളെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ രക്തമേ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. മാനവർക്കു വേണ്ടി പക്ഷവാദം ചെയ്യും രക്തമേ, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ മേന്മയുള്ള രക്തമേ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. കാൽകരങ്ങളണിയേറ്റ പാവനന്റെ രക്തമേ, ക്രൂസിൽ യാഗമായ ലോക രക്ഷിതാവിൻ്റെ രക്തമേ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. കടും ചുവപ്പാകുമെൻ്റെ പാപ പങ്കുരങ്ങളെ, ഹീമം പോലെ വെണ്മയാക്കാൻ ശക്തിയുള്ള രക്തമേ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. പ്രൈസ് ദി ലോർഡ്. ഇനിയും ചില അടികൾ കൂടെ ഉണ്ട്. ഇത് കാൽവറിയിൽ യാഗമായ പരിശുദ്ധനാകുന്ന ക്രിസ്തുവിൻ്റെ രക്തം, അത് സംബന്ധിച്ച് എൻ്റെ അനുഭവം വളരെ ഉണ്ട്. അതൊന്നും പറയുവാൻ ഇപ്പം ഞാൻ അവസരം എടുക്കുന്നില്ല. ഒരു സന്ദർഭം ദൈവം തരുന്നെങ്കിൽ അത് എല്ലാവർക്കായും പ്രസ്താവിപ്പാൻ താല്പര്യമുണ്ട്. എന്നാൽ ഇന്ന് നാം തിരുവത്താഴം അല്ലെങ്കിൽ കർത്തൃമേശ എന്ന വിഷയം സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതേ ആശയം തന്നെ കർത്താവിൻ്റെ ശരീരം, കർത്താവിൻ്റെ രക്തവും കർത്താവിൻ്റെ ശരീരവും, കർത്താവിൻ്റെ ശരീരത്തിനും ഈ ഗാനം തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യോഗ്യമായി യഥോചിതം മനസ്സിലാക്കുവാൻ അവസരമുണ്ട്. ദൈവം അതിനിടയാക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവരെയും കർത്തൃസന്നിധിയിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്തോത്രം ആ വിഷയത്തിലേക്ക് കടപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴം. ആമേൻ. കർത്തൃമേശ, ഇങ്ങനെ പല നിലയിൽ അതിനെ പേര് പറഞ്ഞ് സ്തോത്രം ആട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പട്ടത്തു സഭകളിൽ കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവത്താഴവുമായി ബന്ധപ്പെട്ട്
ദൈവവചനം എന്തു പറയുന്നു എന്ന് ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ആമേൻ ഇടയാകട്ടെ. തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഉപദേശം ഇങ്ങനെ സംഗ്രഹിക്കാം. കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം തിരുവത്താഴം നടത്തേണ്ടതാണ്. ഇത് കർത്താവ് വരുവോളം അവൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണിത്. ആമേൻ. എന്നാൽ കർത്താവ് കാണിച്ച് തന്ന മാതൃക അനുസരിച്ചുള്ള മറ്റുള്ളവരുടെ പാദം കഴുകുന്നത് അനുകരണീയമായ മാതൃകയാണെങ്കിലും ഇത് തിരുവത്താഴം പോലെ നിർബന്ധമായും ചെയ്യേണ്ടതല്ല. ആമേൻ. സാൽവേഷൻ ആർമി ഒഴികെയുള്ള പ്രധാന ക്രൈസ്തവ വിഭാഗങ്ങളിലെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തിരുവത്താഴം ആചരിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തിലും ആചരിക്കുന്ന രീതിയിലും സഭകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തിരുവത്താഴം എന്താണെന്ന് എന്തല്ലെന്നും വിശദമാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് വേണം തിരുവത്താഴം നടത്താൻ. എന്താണ് കർത്താവ് കാണിച്ച മാതൃക? അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ആമേൻ. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. അതായത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26, 27, 28 വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് കർത്താവ് കാണിച്ചു തന്ന മാതൃക. ആമേൻ. ഈ സംഭവം വിവരിച്ച ശേഷം പൗലോസ് ഇപ്രകാരം പറയുന്നു: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവന് എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നു. ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ തിരുവത്താഴവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്നതാണ്. 1. എങ്ങനെയാണ് തിരുവത്താഴം നടത്തേണ്ടത്? ഒരപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുക്കണം. കർത്താവിൻ്റെ ശരീരം നുറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത ശേഷം ആ വീഞ്ഞ് എല്ലാവർക്കും നൽകണം. കർത്താവ് രക്തം ചിന്തിയതിൻ്റെ ഓർമ്മ പുതുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹല്ലേലൂയ. 2. ആർക്കാണ് തിരുവത്താഴം നടത്താൻ അധികാരമുള്ളത്? അതേപ്പറ്റി ബൈബിളിൽ ഒന്നും പറയുന്നില്ല. എങ്കിലും പ്രായം, പക്വത, ദൈവഭക്തി തുടങ്ങിയ മാനദണ്ഡമായി കണക്കാക്കുമ്പോൾ ഏറ്റവും യോഗ്യൻ ആരോ ആ വ്യക്തി നടത്തട്ടെ. ആമീൻ. 3. തിരുവത്താഴം നടത്താൻ ഓർഡിനേഷൻ ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്നാനം, തിരുവത്താഴം തുടങ്ങിയ ശുശ്രൂഷകൾ നടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഓർഡിനേഷൻ വേണമെന്ന് ദൈവവചനത്തിൽ കാണുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 4. തിരുവത്താഴം ഞായറാഴ്ച മാത്രമേ നടത്താവൂ എന്നുണ്ടോ? അങ്ങനെ ബൈബിളിൽ കാണുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 5. തിരുവത്താഴം രാത്രിയിൽ മാത്രമേ നടത്താവൂ എന്നുണ്ടോ? ഇത്തരം ഒരു നിബന്ധന തിരുവചനത്തിൽ കാണുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 6. ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ എല്ലാവരും വീഞ്ഞു കുടിക്കണമെന്നുണ്ടോ? ആമേൻ. ഇല്ല. പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ ഒരേ പാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിക്കാൻ കഴിഞ്ഞേക്കാം. ആളുകൾ ഏറെ ഉണ്ടെങ്കിൽ ആമീൻ നിരവധി പാത്രങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും. ആമീൻ. 7. എന്ത് തരം അപ്പമാണ് ഉപയോഗിക്കേണ്ടത്? അതേപ്പറ്റി വിശദമായ കൽപ്പനയൊന്നുമില്ല. റൊട്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ചപ്പാത്തിയോ ദോശയോ ഉപയോഗിക്കുന്നതിന് തെറ്റാണെന്ന് പറയാനുമാവില്ല. ആമീൻ. 8.
പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കണമെന്നുണ്ടോ? ആമേൻ. അങ്ങനെയുള്ള ഒരു നിബന്ധനയും നിർബന്ധവും ഇല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 9, തിരുവത്താഴം എടുക്കുന്നതിന് മുൻപ് ഉപവസിക്കണമെന്നുണ്ടോ? അങ്ങനെ ഒരു ചട്ടം ദൈവവചനത്തിൽ കാണുന്നില്ല. ആമേൻ. 10, തിരുവത്താഴത്തിന് മുൻപ് കാലുകഴുകൽ ശുശ്രൂഷ കൂടി നടത്തേണ്ടതല്ലേ? ആമേൻ. കാലുകഴുകൽ ശുശ്രൂഷ എന്നൊരു ശുശ്രൂഷയില്ല. തങ്ങളിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്ന തർക്കം ശിഷ്യന്മാർക്കിടയിൽ നടക്കുന്ന സമയത്താണ് കാലുകഴുകൽ നടന്നത്. അക്കാലത്ത് അടിമ യജമാന്റെ കാല് കഴുകുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് മാതൃക കാണിച്ചു. ഗുരുവായ താൻ ശിഷ്യരുടെ പാദം കഴുകി. ഇതായിരിക്കണം ദൈവമക്കളുടെ മനോഭാവം. വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. ഇതാണ് ഈ പ്രവൃത്തിയിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്തത്. അതല്ലാതെ തിരുവത്താഴത്തിന്റെ ഭാഗമായി പാദം കഴുകൽ നടത്തണമെന്നോ പാദം കഴുകൽ എന്നതൊരു ശുശ്രൂഷ എന്ന നിലയ്ക്ക് ലോകാവസാനം വരെ നടത്തണമെന്നോ കർത്താവ് അർത്ഥമാക്കിയില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പിന്നീട് പാദം കഴുകൽ ശുശ്രൂഷ എന്നൊരു നടപടി നടത്താതിരുന്നത്. ആമേൻ. 11, സ്ത്രീകൾ തിരുവത്താഴം നടത്തുന്നത് ശരിയാണോ? സ്ത്രീകൾ തിരുവത്താഴം നടത്തിയതായി തിരുവചനത്തിൽ കാണുന്നില്ല. എന്നാൽ അപ്പം, വീഞ്ഞ് എന്നിവ സ്ത്രീകളുടെ ഇടയിൽ പുരുഷന്മാർ വിതരണം ചെയ്യുന്നതിനേക്കാൾ ഉചിതം സ്ത്രീകൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. ആമേൻ. സ്തോത്രം. 12, സ്ത്രീകളെ കൊണ്ട് തിരുവത്താഴം വിതരണം നടത്തിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു എന്നൊരു സഭാ നേതാവ് പറയുന്നല്ലോ. ആമേൻ. ഇത്തരം പുതിയ വെളിപ്പാടുകൾ ആധാരമാക്കി വിശ്വാസ പ്രമാണം ഉണ്ടാക്കരുത്. ദൈവവചനത്തിൽ ആധാരമുള്ളവ മാത്രം സ്വീകരിക്കുക. ദൈവവചനത്തിൽ വ്യക്തമായി പറയാത്ത കാര്യങ്ങൾ, ആമീൻ, പ്രൈസ് ദി ലോർഡ്, വലിയ പ്രാധാന്യമുള്ളവയല്ല എന്ന് തീർച്ച. അത്തരം പ്രൈസ് ദി ലോർഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവാത്മാവ് ആരോടെങ്കിലും വിശേഷിച്ച് പറയുന്നത് ചെയ്യുകയല്ല. ആമീൻ. ദൈവം നമുക്ക് തന്നിട്ടുള്ള സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ആമീൻ. സ്ത്രീകളുടെ ഇടയിലൂടെ പുരുഷന്മാർ അപ്പവീഞ്ഞുകളുമായി നടക്കുന്നതിനേക്കാൾ ഉചിതം സ്ത്രീകൾ തന്നെ അത് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വിശേഷിച്ച് വെളിപ്പാടൊന്നും വേണ്ട. വെളിവ് മതി. ആമീൻ. 13, തിരുവത്താഴത്തിലൂടെ രോഗശാന്തി ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നു. അത് ശരിയാണോ? ആമീൻ. അങ്ങനെ ഒരു പഠിപ്പിക്കൽ ദൈവവചനത്തിലില്ല. 14, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ വിവേചിക്കേണ്ടതിന് സ്വന്തം ശരീരത്തെയാണോ അതോ ദൈവസഭയെന്ന ശരീരത്തെയാണോ? വിവേചിക്കാതിരുന്നാൽ ശിക്ഷാവിധി ഉണ്ടാകുന്നത് ഏത് ശരീരത്തിലാണ്? സ്വന്തം ശരീരത്തിലാണെന്നല്ലേ വചനത്തിലുള്ളത്. അങ്ങനെ എങ്കിൽ വിവേചിക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണ്. ഹല്ലേലൂയ. 15, കത്തോലിക്കർ കുർബാനയിൽ അപ്പം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ശരിയായ നടപടിയാണോ? അല്ല. തിരുവത്താഴവുമായി ബന്ധപ്പെട്ട ഉപദേശം, ആമീൻ, പ്രവൃത്തി എന്നിവയിൽ കത്തോലിക്കർ നിരവധി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അവയിൽ ഒന്നാണ് വിശ്വാസികൾക്ക് വീഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. അപ്പം നുറുക്കി കൊടുക്കുന്നതിന് പകരം ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ശരിയായ നടപടിയല്ല. ആമീൻ. 16, കുർബാനയിൽ പുരോഹിതൻ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നു എന്ന് കത്തോലിക്കർ പഠിപ്പിക്കുന്നു. ഇത് ശരിയാണോ? ആമീൻ. ഇത്തരം ഒരു ഉപദേശത്തിന് ബൈബിളിൽ അടിസ്ഥാനമില്ല. അപ്പം ഒരിക്കലും യേശു ആകുകയുമില്ല. അപ്പമായി തന്നെ നിലനിൽക്കും. പക്ഷേ അപ്പം നുറുക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം നുറുക്കപ്പെട്ട സംഭവം ദൈവമക്കൾ ഓർക്കും. ആ അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നതോടെ പലരായിരുന്ന വിശ്വാസികൾ ക്രിസ്തുവിൽ ഒന്നായി കരുതപ്പെടുന്നു. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ അപ്പം നുറുക്കുക പോലും ചെയ്യാത്ത കത്തോലിക്കർ ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകാര്യമാക്കുന്നത് എങ്ങനെ? ആമീൻ. പ്രൈസ് ദി ലോർഡ്.
കുർബാനയിൽ വസ്തുമാറ്റം ഉണ്ടാകുന്നു എന്ന് കത്തോലിക്കർ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്രകാരം ക്രിസ്തുവുമായി മാറിയ അപ്പത്തെ ക്രിസ്തുവായി കരുതി ആരാധിക്കുക വരെ ചെയ്യുന്നു. ഇത് വിഗ്രഹാരാധനയുടെ ഒരു വകഭേദമാണ്. കത്തോലിക്ക പള്ളികളിലെ അൾത്താരകളിൽ ഈ അപ്പം ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുന്നു. അപ്പത്തെ സ്തുതിക്കുന്ന നിരവധി കീർത്തനങ്ങൾ കത്തോലിക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയിൽ ചില പാട്ടുകൾ പവർ വിഷനിൽ ഇടയ്ക്കൊക്കെ സംപ്രേഷണം ചെയ്യാറുമുണ്ട്. അത്രയ്ക്കുണ്ട് അവരുടെ വിവരം. കാൽവറിയിൽ 2 സഹസ്രാബ്ദത്തോളം മുൻപ് നടന്ന ആ പരമയാഗം ഓരോ കുർബാനയിലും ആവർത്തിക്കപ്പെടുകയാണെന്ന് വരെ കത്തോലിക്കർ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇതിനെ ദിവ്യബലി എന്ന് വിളിക്കുന്നത്. പക്ഷേ കാൽവറിയിലെ ബലി ആവർത്തിക്കപ്പെടുന്നില്ല. ആമേൻ. ആ ബലിയുടെ ഓർമ്മ തിരുവത്താഴത്തിലൂടെ പുതുക്കുക മാത്രമാണ് ചെയ്യുന്നത്. വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇത്തരം അബദ്ധോപദേശങ്ങൾ ദൈവമക്കൾ തള്ളിക്കളയണം. സ്നാനം, തിരുവത്താഴം എന്നിവ കൂദാശകളാണെന്നു പട്ടത്വ സഭകൾ പഠിപ്പിക്കുന്നു. ഇവ കൂടാതെ തൈലാഭിഷേകം, കുംഭസാരം, വിവാഹം, പട്ടത്വം, അന്ത്യകൂദാശ എന്നിവ കൂടി പ്രധാന പട്ടത്വ സഭകളിൽ ഉണ്ട്. പക്ഷേ കൂദാശ എന്ന ആശയം പോലും ദൈവവചനത്തിലില്ല. തൈലാഭിഷേകം എന്ന പേരിൽ നടത്തുന്ന കർമ്മം പരിശുദ്ധാത്മാഭിഷേകത്തിന് പകരമാണത്രേ. പക്ഷേ ഇത്തരമൊരു കർമ്മം നടത്തുകയല്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. കുംഭസാരം എന്ന പരിപാടിക്ക് ദൈവവചനത്തിൽ ആധാരമില്ല. വിവാഹം ദൈവികമാണെങ്കിലും അത് കൂദാശയാണെന്ന് തിരുവചനം പറയുന്നില്ല. പട്ടത്വം, അന്ത്യകൂദാശ എന്നിവയും ബൈബിളിലില്ല. ആമേൻ. സ്നാനം, തിരുവത്താഴം എന്നീ 2 കർമ്മങ്ങൾ മാത്രമേ കർത്താവ് ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളൂ. ഇവ രണ്ടും കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുവാനുള്ളതാണ്. ഇവയിലൂടെ ആരും രക്ഷിക്കപ്പെടുകയില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ ഈ 2 കർമ്മങ്ങളും അനുഷ്ഠിക്കും. രക്ഷിക്കപ്പെട്ടതാണെന്ന് അവകാശപ്പെടുകയും സ്നാനം, തിരുവത്താഴം എന്നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ടതല്ലെന്ന് വ്യക്തം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. സ്തോത്രം. ഞാൻ ഇതുകൊണ്ട് ഇവിടെ ഈ വചനത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞാൻ പാടിയ പാട്ടിൻ്റെ ചില അടികൾ വീണ്ടും പാടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓമയർക്ക് സാധ്യമല്ല ആത്മാരക്ഷ പ്രാപിപ്പാൻ, അത്ഭുതങ്ങളടയാളങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. ശത്രു വിന്മേൽ ജയം നൽകാൻ ശക്തിയുള്ള രക്തമേ, ഹീനരെയും ദീനരെയും സൗഖ്യമാക്കും രക്തമേ, ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകയാൽ, ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. പുണ്യരക്തം ക്രിസ്തുവിൻ്റെ രക്തമേ, ആശ്രയിക്കും തൻ ജനത്തെ വിടുവിക്കും രക്തമേ,
ആ രക്തത്താൽ ജയം ജീവൻ വീണ്ടെടുപ്പുമാകിയാൽ ആ രക്തത്തിൽ ആശ്രയിച്ചു കർത്തനെ ഞാൻ പിൻചെല്ലും. കാൽവറിയിൽ യാഗമായ യേശുവിൻ്റെ രക്തമേ, പാപികളെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ രക്തമേ. ആമേൻ. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളി അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സമയം കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ തിരുമേശ, അവിടുത്തെ കർത്താവെ രക്തം, അവിടുത്തെ ശരീരം ദൈവമേ ഞങ്ങൾക്കായി നുറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്തു. എല്ലാറ്റിനായും തിരുമേനിയെ വാഴ്ത്തിച്ചു. അത് ആ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും അവിടുത്തെ ക്രൂശ് മരണത്തെ സ്മരിക്കുവാൻ, ഓർക്കുവാൻ കർത്താവെ അവസരമാകുന്നു. അതിലൊക്കെയും തിരുമേനിയുടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തോത്രം. ഇന്ന് ഈ വചനത്തിൽ കൂടെ തിരുവത്താഴം എന്ന, അല്ലെങ്കിൽ അവിടുത്തെ മരണപുനരുത്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ സ്തോത്രം മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. സകല മഹത്വവും കർത്താവിന് തരുന്നു. ഇത് കേട്ട ഏവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ട് ഉത്തരമരണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.